ഇന്ന് രാവിലെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയതാണ്. നമ്മൾ സാധാ പച്ചക്കറി വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. മാളുകളെ അപേക്ഷിച്ച് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇവിടെ വിലക്കുറവാണ്. രാവിലെ ഈ മാർക്കറ്റിൽ നല്ല തിരക്കുമായിരിക്കും. സ്ഥിരം നമ്മൾ പച്ചക്കറി വാങ്ങുന്നത് ഈ കടയിൽ നിന്നാണ്. ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. വിയറ്റ്നാമിൽ ചില സ്ഥലങ്ങളിൽ ഇന്നും ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. കാർഡോ അതേപോലെ ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇവരുടെ കടയും വീടും എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെയൊക്കെ അടുത്തടുത്തായിട്ട് ഇതുപോലുള്ള കുറേ മാർക്കറ്റുകളുണ്ട്. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും സാധനങ്ങൾ വാങ്ങുന്നതും ഇതുപോലുള്ള മാർക്കറ്റുകളിൽ നിന്നാണ്. നമ്മൾ ചോദിക്കുന്നതാണെങ്കിൽ അവർക്ക് മനസ്സിലാവുകയില്ല. അതാണ് ഈ ആംഗ്യം കാണിച്ചിട്ട് അവർ സംസാരിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. മാളുകളിലാണെങ്കിൽ എല്ലാം പാക്കറ്റും കാര്യങ്ങളാകുമ്പോൾ നമ്മളത് പോയി എടുത്താൽ മതി. ചില സമയത്ത് അവർ പൈസ എടുത്ത് കാണിച്ചു തരും, ഇതാണ് നിങ്ങൾക്കായ എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കും. അല്ലെങ്കിൽ 1,00,000 വേണ്ടിയോ 2,00,000 വേണ്ടിയോ കൊടുക്കുമ്പോൾ അവർ ബാക്കി ചില്ലറ നമുക്ക് തരും. നമ്മൾ അങ്ങനെയാണ് സാധനം വാങ്ങാറ്. നമ്മൾ ആദ്യം വന്ന സമയം മുതൽ എല്ലാ സാധനങ്ങളും മാളുകളിൽ നിന്നായിരുന്നു വാങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങാൻ തുടങ്ങി. ചിക്കൻ, മുട്ട, പാല് അങ്ങനെയുള്ളവ മാളുകളിൽ നിന്നും, പച്ചക്കറി ഇതുപോലുള്ള സാധാ ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ തുടങ്ങി. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ എന്ത് സാധനം വേണമെങ്കിലും ഈ മാർക്കറ്റിൽ വന്നാൽ കിട്ടും. തേങ്ങയൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള മാർക്കറ്റുകളിൽ നിന്നാണ്. തേങ്ങയൊക്കെ ചിരകിയിട്ട് 1 കിലോ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെ പണി എളുപ്പമാണ്. ചിരകിയ തേങ്ങയ്ക്ക് കിലോന് 60,000 വേണ്ടിയാന്ന് വില. അതായത് നമ്മുടെ നാട്ടിൽ 200 രൂപയാണ് വില. നമ്മൾ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് ആകെ ആയത് 60,000 വേണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ 200 രൂപയാവും.